നമസ്കാരം. അന്യോന്യത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം. നമസ്കാരം. നമസ്കാരം. സന്തോഷ് ഒരു പുതിയ കഥ എഴുതിയിരിക്കുന്നു, ബിരിയാണി. ആ കഥ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതേക്കുറിച്ച് പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച നടക്കുന്നു. ശ്രദ്ധേയമായൊരു കഥ എഴുതി. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എങ്ങനെയുണ്ട് കഥയ്ക്ക് കിട്ടിയ സ്വീകാര്യത? അല്ല, ഞാൻ ഒരു കഥ എഴുതുമ്പോൾ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്യാവശ്യം വായിക്കപ്പെടുന്നൊരു കഥയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ എല്ലാ സങ്കല്പങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അത് വളരെയധികം വായനക്കാർക്കിടയിൽ അത് സ്വീകരിക്കപ്പെട്ടു. സന്തോഷിൻ്റെ കഥ വിശപ്പാണ് അതിൻ്റെ പ്രമേയം, കേന്ദ്രപ്രമേയം എന്ന് പറയാം. അതെ അതെ. വിശപ്പ് മനുഷ്യരാശി എല്ലാ കാലത്തും എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ആവിഷ്കാരങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ മലയാള കഥാ സാഹിത്യത്തിൽ തന്നെ വിശപ്പ് മുൻനിർത്തി ഒരുപാട് കഥകളുണ്ട്. കാരൂര് മുതൽ നമ്മൾ പറയുന്ന പല കഥകളുമുണ്ട്. ഒരു പഴയ വിതിൻ കോട്സ് ഒരു പഴയ വിഷയം, വിശപ്പൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കരുതുന്നൊരു കാലത്ത് എങ്ങനെ അവതരിപ്പിക്കാൻ തോന്നി? അപ്പോൾ അത് ശരിയാണ്. കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഒരു പൊതുബോധമുണ്ട്. കാരണം കേരളത്തിൽ ഇനി വിശപ്പില്ല എന്ന് പറയുന്നൊരു ബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ച ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് കേരളത്തിൽ ഇനി വിശപ്പിനെ കുറിച്ചിട്ട് എങ്ങനെ കഥ എഴുതും? ബഷീർ അന്ന് എഴുതിയ പോലെ ഒരു ജന്മദിനം പോലെ, പിന്നെ അതുപോലെ തന്നെ പൊതിച്ചോറ് പോലുള്ള ഒരു കഥ എങ്ങനെ ഇനി എഴുതപ്പെടും എന്ന് ഞങ്ങളിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കഥ വരുന്നത്. അപ്പോൾ ഇനിയും ഇവിടെ വിശപ്പ് മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഈ കഥ ഞങ്ങളുടെ മുമ്പിലെത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിശപ്പില്ലെന്നാണ് വിചാരിക്കുക. പക്ഷേ വിശപ്പ് പല രൂപത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള വിശപ്പ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വിശപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുകി വരുന്ന ആ പലായനത്തിൻ്റെ വിശപ്പിനെയാണ് ഈ കഥ പ്രതിനിധീകരിക്കുന്നത്. അത്തരത്തിലുള്ള വിശപ്പുമായിട്ട് വരുന്നവരോട് നമ്മൾ ഇവിടെയുള്ള ഒരു വരേണ്യവർഗത്തിനുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടി ആ കഥയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശപ്പ് നമ്മുടെ ആവിഷ്കാരങ്ങളിൽ പ്രധാന വിഷയമാണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വിശപ്പ് നമ്മുടെ വിമർശ ചരിത്രത്തിലും പ്രധാനമായ ഒരു കാര്യമാണ്. ഉത്തമാംഗം വയറാണ് എന്ന് ശഠിക്കുന്നവർ എന്ന് പുരോഗമനകാരികൾ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. സഞ്ജയനിലൂടെയൊക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. വിശപ്പിനെക്കുറിച്ചല്ല, അതിൻ്റെ അപ്പുറത്തും പല വിശപ്പുകളുണ്ട്. അതാണൊരു പക്ഷേ ഉത്തമ സാഹിത്യത്തിന് വിഷയമാവേണ്ടത് എന്നൊരു വാദം എല്ലാ കാലത്തും നമ്മുടെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഒരു പക്ഷത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അതിനുള്ള ചരിത്രപരമായ, സാംസ്കാരികമായ, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായൊരു മറുപടി ആണ് ഇത് എന്ന തരത്തിൽ ഒരു വായന ബിരിയാണിക്ക് സാധ്യമാണോ? അല്ല, ഞാൻ പറയട്ടെ. ഇപ്പം ഞാനൊക്കെ ബുദ്ധൻ്റെ ജീവിതം വായിക്കുമ്പോൾ ബുദ്ധൻ പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ ബുദ്ധൻ പറയുന്നത്, ബുദ്ധൻ ഇതേപോലെ തന്നെ ബുദ്ധൻ്റെ മുമ്പും ബുദ്ധമതം ഉണ്ടായിരുന്നു. അപ്പം ഈ ബുദ്ധൻ പോയി തപസ്സിരുന്നിട്ട് ബുദ്ധൻ പറയുന്നുണ്ട്, തപസ്സിരുന്ന് മറ്റ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ അന്വേഷണങ്ങൾ നടത്തി ജീവിതത്തിൻ്റെ ആത്യന്തികതയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ തപസ് ചെയ്ത പല ആളുകളും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ജൈനന്മാർ ഒരു ഭാഗത്ത് മരിച്ചു വീഴുന്നു, ബുദ്ധന്മാരിൽ തന്നെയുള്ള മറ്റ് ആളുകൾ മരിച്ചു വീഴുന്നു. അപ്പോൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധനും ഇതേപോലെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആത്യന്തികമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ബുദ്ധൻ പറയുന്നുണ്ട്, ബുദ്ധന് വയറ് തൊടുമ്പോൾ എൻ്റെ നട്ടലിൽ തൊടുന്ന പോലെ എനിക്ക് തോന്നി, എൻ്റെ കാലുകൾ ഒട്ടകത്തിൻ്റേതുപോലെയായി, എൻ്റെ രോമങ്ങൾ കൊഴിഞ്ഞു വീഴാൻ വേണ്ടി തുടങ്ങി, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനില്ലെങ്കിൽ പിന്നെ എന്ത് ബുദ്ധമതമാണ് ഇവിടെയുള്ളത്? പിന്നെ എന്താണുള്ളത്? അപ്പോൾ ആദ്യം ഞാൻ വേണം. ഞാൻ എന്ന് പറയുന്ന ഒരു ഭൗതികമായ സാഹചര്യം ഇവിടെ വേണം. അതിൽ നിന്നാണ് പിന്നീട് എൻ്റെ ചിന്തകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ബുദ്ധൻ പോയിട്ട് അടുത്ത വീട്ടിൽ പോയി കഞ്ഞി വാങ്ങിച്ച് കുടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു പോയി. ഇതോടുകൂടി ബുദ്ധൻ തീർന്നു. അയാൾ എന്ത് ചെയ്തു? അയാൾ ആഹാരം വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ ആഹാരം വാങ്ങിച്ച് കഴിച്ചാൽ മാത്രമേ പിന്നീട് എന്തുള്ളൂ, ഈ ഒരു ആശയങ്ങളും മറ്റുമൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ ഒരാൾ വേണം. അപ്പോൾ ആദ്യം ഒരു ഭൗതിക സാഹചര്യം വേണം. വിശപ്പ് മാറുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചിന്തിക്കൂ? മതത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിശപ്പിനെ കുറിച്ചിട്ടും
നിങ്ങളുടെ ആത്മാവിൻ്റെ വിശപ്പിന്, ശരീരത്തിൻ്റെ വിശപ്പ് ആദ്യം മാറണം, അത് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ വിശപ്പിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഇവിടെ മതവും രാഷ്ട്രീയവും ഒക്കെ വരുന്നുള്ളൂ. ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ്. ഒട്ടേറെ പേർ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ ഉണ്ട്. ബെന്യാമിൻ മുതൽ അതെ 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 രാമേന്ദ്രൻ വരെയുള്ള പലരും അവരുടെ അഭിപ്രായങ്ങൾ ഇട്ടുകണ്ടു. കഥാകൃത്തുക്കൾ പോലും കുലവൈരം മറന്ന്, അല്ലേ, കുലത്തിനുള്ളിലെ വൈരം മറന്ന് പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഏറ്റവും വലിയ പിന്തുണകളെക്കുറിച്ച് സംസാരിച്ചാൽ എന്തു പറയും? അല്ല, എനിക്കിപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രതികരണം എവിടെ നിന്നാണ് ഉണ്ടായത്? അല്ല, എൻ്റെ ഏറ്റവും വലിയ പ്രതികരണം ആദ്യം വന്നത് യഥാർത്ഥത്തിൽ ബെന്യാമിനിൽ നിന്ന് തന്നെയാണ്. ബെന്യാമിനാണ് അത് ആദ്യമായിട്ട് അതിലൊരു എന്നെ അനുകൂലിച്ചുകൊണ്ടൊരു പോസ്റ്റ് അതിലിടുന്നത്. ഈ കഥ ഇങ്ങനെയല്ല വായിക്കേണ്ടത്. ഈ കഥ വായിക്കേണ്ടത് വിശപ്പ്, പലായനം, അതുപോലെ തന്നെ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളോട് നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഈ രീതിയിലൊക്കെ തന്നെയാണ് ഇത് ഒരു ദളിത് പ്രശ്നം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കഥ വായിക്കേണ്ടതെന്ന് ആദ്യമായിട്ട് പോസ്റ്റ് ഇട്ടത് ബെന്യാമിൻ തന്നെയാണ്. അപ്പോൾ ബെന്യാമിനിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് പി രാമേന്ദ്രൻ, അതുപോലെ മനോജ് കുറൂർ, അതുപോലെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ സജ്ജാനന്ദൻ സാറ് ഗംഭീരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഊർജ്ജം തരുന്നൊരു കാര്യങ്ങളാണ്. അവരൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് കഥ വായിച്ച ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു വർഗീയവൽക്കരണം ലാക്കാക്കിക്കൊണ്ട് കഥ വായിച്ച ആളുകളെല്ലാവരും. അപ്പോൾ അതൊരു വലിയൊരു ഇത് തന്നെയാണ്. എതിരേൽപ്പ് മാത്രമല്ല, എതിർപ്പും ഈ കഥയ്ക്ക് ഉണ്ടായി. അതൊരു സത്യമാണല്ലോ. സത്യം. ഒരുപക്ഷെ ആ എതിർപ്പിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം എതിരേൽപ്പ് ഇത്രയും ശക്തമായിട്ട് പുറത്തു വന്നത്. അല്ലെങ്കിൽ പലരും പ്രകടിപ്പിക്കുക പോലും ചിലപ്പോൾ ചെയ്യില്ല. വായിച്ച് അതൊരു സ്വകാര്യ സന്തോഷമായിട്ട് ഉള്ളിൽ വെക്കും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പ്രതികരണം ഇരിക്കുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ പൊതുബോധത്തിനായുള്ള ആസൂത്രിത ശ്രമമാണ് ഈ കഥ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന മുസ്ലിം വിരുദ്ധ പൊതുബോധത്തിനായുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കഥ എന്ന്. അങ്ങനെയുള്ള വിമർശത്തോട് എന്തു പറയും? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ഈ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നൊരു നബി വചനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ മാത്രമല്ല, ഭക്ഷണം കുഴിച്ചു മൂടുന്നവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ട്, അതുപോലും കൊടുക്കാതെ കുഴിച്ചു മൂടുന്നവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു മുസ്ലിം ഫോബിയ അല്ല, മറിച്ച് ഇതെന്താണെന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് അങ്ങനെ വായിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് അതല്ല, ഞാൻ പറയുന്നത് ഇത് പറഞ്ഞു ഇങ്ങനെ ഇവിടെയുള്ള എല്ലാ ഒരു ആരോപണം എന്ന് പറയുന്നത്, റൂബിൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ ഇവിടെ 4 കല്യാണം കഴിക്കുന്ന അതിലെ ഈ കലന്തൻ ഹാജി എന്ന് പറയുന്ന കഥാപാത്രം 4 വിവാഹം കഴിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. ഹസനാറിച്ച എന്ന് പറയുന്ന കലന്തൻ ഹാജിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിൽക്കുന്ന ഹസനാറിച്ച എന്ന് പറയുന്ന കഥാപാത്രം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആളാണ്. ഇയാൾക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കൂട്ടുന്ന ആളാണ്. ഇയാളുടെ ഒരു കൊച്ചുമകൻ അമേരിക്കയിൽ കാർഡിയക് സർജനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ വിമർശനം. മറ്റൊരു കൊച്ചുമകൻ ഒരേ സമയം ഒരുപാട് പേരുമായി ടെലിഫോൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത്, ഈ റൂബിൻ ഡിക്രൂസ് പറയുന്നത്, ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ MTയുടെയും റൂബിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൊറ്റക്കാടിൻ്റെയും കഥകളിലില്ല എന്നാണ് പറയുന്നത്. അത് എന്തുമാത്രം പിന്തിരിപ്പനാണെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഞാൻ പറയാം, ഉറൂബിൻ്റെ കഥയിൽ, ഉറൂബിൻ്റെ ഹാജിയുടെ ഹാർട്ട് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഈ ഹാജിയുടെ ഹാർട്ട് എന്ന് പറയുന്ന കഥയിൽ ഇത്തരത്തിൽ 4 കല്യാണം കഴിക്കുന്ന ഒരു ഹാജിയാരെ കളിയാക്കി കൊണ്ടുള്ളൊരു കഥയാണത്. MTയുടെ നിരവധി 4 കെട്ട് മുതൽ വില്ലന്മാരായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ, മുസ്ലിം കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ രീതിയിൽ ഒരു വ്യക്തിയെ മാത്രം, ഇത് കലന്തൻ ഹാജി, ഈ പറയുന്ന ഈ അസനാറിച്ച, ഇങ്ങനെയുള്ള പേരുകൾ ഞാൻ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സ്ട്രക്ചറലിസത്തിൻ്റെ അതൊരു പഴയ സംഭവമാണ്. ഇപ്പോൾ ഒരു സ്ട്രക്ചറലിസത്തിൻ്റെ മാത്രം ഒരു പ്രതിനിധാന രീതിയിൽ ഈ ഒരു കഥയെ വായിക്കുന്ന രീതിയിൽ വായിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് എന്താണ് എന്നുള്ളത്. അപ്പോൾ അതങ്ങനെയല്ല വായിക്കേണ്ടത്. ഇത് മുസ്ലിമിൻ്റെ ഇടയിൽ തന്നെയുള്ള ഒരു വരേണ്യവർഗത്തിൻ്റെ ജീവിതത്തിന് നേരെയുള്ള വിമർശനമാണ് ഈ കഥ. ഇതിനിടയിൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഈ അസനാർച്ചയോട് പറയുന്നുണ്ട്, അല്ല അസനാർച്ച, ഇവിടെ അബുദാബിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ ബിരിയാണി വെക്കാൻ വേണ്ടി ആളെ കൊണ്ടുവന്നത് കേട്ടോന്നല്ലോ എന്ന് പറയുമ്പോൾ അസനാർച്ച പറയുന്ന ഒരു വാചകമുണ്ട് അതിലെഴുതിയിട്ട്. അത് ഇവർ വായിച്ചിട്ടില്ല ഈ പറയുന്നവർ.
അവർ പറയുന്നത് വെച്ചാൽ എടോ ഇത് നിൻ്റെ ഇവിടുത്തെ ലോക്കൽ ഇച്ചാമാരുടെ ചല്ലുപുല്ല് ബിരിയാണിയല്ല, ഇത് നല്ല ബസ്മതി അരിൻ്റെ ബിരിയാണിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വരേണ്യവർഗം അവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു പിന്നെ ഇടത്തട്ടുകാരായ താഴേക്കടയിലുള്ള മുസ്ലിമുകളോട് പുച്ഛം മനോഭാവം പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ലോക്കൽ ഇച്ചാമാർ എന്ന് പറഞ്ഞൊരു വാക്യം ഉപയോഗിക്കുന്നത്. ഈ ലോക്കൽ ഇച്ചാമാരും ഇതേപോലെ തന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി പലായനം ചെയ്യേണ്ടി വരുന്ന ഈ ഗോപാൽ യാദവ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളും എല്ലാം തന്നെ ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർക്ക് തിന്നേണ്ടുന്ന, ഇവർക്ക് കഴിക്കേണ്ടുന്ന ബിരിയാണിയാണ്, ഇവരുടെ ഭക്ഷണമാണ് ഇയാൾ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ഈ ലോക്കൽ ഇച്ചാമാർ ഇവിടെ 4 കല്യാണം കഴിക്കാറില്ല. കാരണം അവർക്ക് ഒരു ഭാര്യയെ തന്നെ പോറ്റാനുള്ള കഴിവില്ല, ആ കുട്ടികളെ പോറ്റാനുള്ള കഴിവില്ല. പണം കുമിഞ്ഞു കൂടുമ്പോഴാണ് 1 പോരാ 2 പോരാ. അത് ശരീരത്തിൻ്റെ എന്താണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ വിശപ്പാണ്, ഏത് രതിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഖുറാനിൽ പറയുന്നുണ്ടോ 4 കല്യാണം കഴിച്ചേ തീരുമെന്ന് ഖുറാനിൽ പറയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയല്ല ഖുറാനിൽ പറയുന്നത്. ചില വിമർശനങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നത് ഗോപാൽ യാദവ് എന്ന പേരിൽ ആണ് ഈ കഥയിലെ ഇരയായിട്ട് നിൽക്കുന്ന കഥാപാത്രമുള്ളത്. അത് ഗോപാലൻ എന്നാണ്, കൃഷ്ണന്റെ തന്നെ പേരാണ്. യാദവൻ എന്ന് കൂട്ടിച്ചേർക്കുന്നതോടുകൂടി അതിൻ്റെ കൃഷ്ണത വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ ബസ്മതി അരി ഭാര്യ മാതങ്കി തിന്ന് പാല് ഒഴുകുമ്പോൾ ഭാര്യയുടെ കടവായിൽ നിന്ന് ആ പാലൊഴുകുന്നത് ഒരു പശുക്കുട്ടിയെ കാണുന്നത് പോലെ ഗോപാൽ യാദവ് കാണുന്നുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ കൃഷ്ണത്വം ഉണ്ട്. അവിടെ വെച്ച് കഥ അത്തരത്തിലുള്ള വർഗീയ പ്രതിനിധാനങ്ങളിലേക്ക് പോകുന്നു എന്ന വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഞ്ചു തൊട്ട് പറയുള്ളൂ. ഞാൻ ഈ എഴുതുമ്പോൾ ഇതൊന്നും ആലോചിച്ചല്ല ഞാൻ എഴുതി. ഞാൻ അവിടുന്ന് ഒരുപാട് ഇത് നോർത്ത് ഇന്ത്യയിലെ പട്ടിണിയെക്കുറിച്ചൊക്കെ വായിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങൾ, ഇപ്പോൾ സായിനാഥിൻ്റെയൊക്കെ ലേഖനം, ഒരുപാട് ലേഖനങ്ങൾ, ഇപ്പോൾ എരുമദേശീയത പോലുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇത് അതിൽ നിന്നൊക്കെ കണ്ട പിന്നെ പേരുകളാണ് നമ്മളെ കയ്യിൽ ഉപയോഗിക്കുന്നത്, ഇതിലുപയോഗിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് ഇത് ഞാനിത് വായിച്ചപ്പോൾ ഇത് ഗോപാൽ യാദവ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. കാരണം ഞാൻ അങ്ങനെയുള്ളൊരു കാര്യമേ ആലോചിച്ചില്ല. ഞാനങ്ങനെ ഇങ്ങനെ ഒരു എൻ്റെ ഉള്ളിൽ അത് ഇല്ല, ഇത്തരത്തിലൊരു വർഗീയത ഇല്ല. ഞാൻ ഗോപാൽ യാദവിനെയും പിന്നെ ഈ പറഞ്ഞ പോലെ ബഷീറിനെയും പിന്നെ എല്ലാ ആൾക്കാരും ഒരേ രീതിയിൽ കാണുന്ന ഒരു മനുഷ്യനാണ്. സന്തോഷം. വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. അതല്ല, ഹിന്ദു എന്ന് പറയുന്നത് ഈ വിശക്കുന്ന ഗോപാല യാദവാണ് യഥാർത്ഥ ഹിന്ദുവിന്റെ പ്രതിനിധി. അല്ലാതെ ചില ഹിന്ദുത്വ പ്രതിനിധാനങ്ങളായി എവിടെയെങ്കിലും വാഴ്ത്തുകയോ എവിടെയെങ്കിലും വരച്ചു വെക്കുകയോ ചെയ്ത ചിലതല്ല. യഥാർത്ഥ ഹിന്ദു ഈ ഗോപാല യാദവ് കൂടിയാണ്. യഥാർത്ഥ ഹിന്ദു അവിടെയുള്ള മാറ്റി നിർത്തപ്പെട്ട ഇച്ചാമാർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ കൂടിയാണ്. അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം ഈ ഗോപാല യാദവ് കൂടിയാണ് എന്നൊക്കെ തന്നെ വായിക്കാമല്ലോ. ഹിന്ദുത്വത്തിന്റെ തന്നെ ഇന്നത്തെ ചില രീതികളുടെ മറിച്ചിടലാണ് ഈ കഥ നടത്തുന്നത് എന്നുകൂടി വാദിച്ചുകൂടെ വേണമെങ്കിൽ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറയുന്ന ഈ ഗോപാൽ യാദവ്, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹിന്ദുത്വ പാർട്ടിയാണല്ലോ, ഇതിൻ്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ ഗോപാൽ യാദവ് അവിടുന്ന് ഇവിടെ വരാനുള്ള കാരണം എന്താണ്? അവർക്കുള്ള പട്ടിണിയാണ്. അവിടുത്തെ കൊയേറികൾ, സന്താൾമാർ, ഇവിടെ പിന്നെ യാദവന്മാരെന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, എഴുത്തച്ഛൻ, ഈ വാണിയ സമുദായത്തിൻ്റെയൊക്കെ ആളുകളായിട്ട് ഇത് മാറും. പക്ഷെ അവിടെ നോക്കുമ്പോൾ അത് ഭയങ്കരമായി ദളിത് വർഗമാണ് അവിടുത്തെ. ആ ദളിത് വർഗമാണ്. ഈ ദളിത് വർഗത്തിന് നേരെ, ഇപ്പോൾ ഉള്ള ഉത്തരേന്ത്യയിലെ ദളിത് വർഗത്തിന് നേരെ ഇവിടെയുള്ള ഈ ഹിന്ദു പിന്നെ വർഗീയത വെച്ച് പുലർത്തുന്ന ആളുകൾ അവരോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കണം. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായിട്ട് മാറുന്നത്? ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച പലരും സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിലപാടെടുക്കുന്നവരും പുരോഗമനകാരികളും ഒക്കെ തന്നെയാണ്. അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വിമർശനം വരുമ്പോൾ സന്തോഷിന് എന്താണ് തോന്നുന്നത്? നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ജാതീയത, വർഗീയത ഒക്കെ അതിനെ എതിർക്കുന്നവരെ പോലും വേറെ തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാര്യങ്ങളെ വർഗീയമായി കാണാനോ അതിൽ ആ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനോ പ്രേരിപ്പിക്കുന്നു. ആ തരത്തിൽ വർഗീയതയുടെ ഒരു പരോക്ഷ ദുരന്തമായിട്ട് കൂടി ഇതിനെ കാണുന്നുണ്ട്. എന്താണ് കൃത്യമായിട്ട്? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സിന്ധു എന്ന് പറയുന്ന നമ്മുടെ ഒരു മറ്റേ കായിക താരം,
അവർ ഇവിടുന്ന് ഷട്ടിൽ ബാഡ്മിൻ്റണിൽ ഇവിടത്തേക്ക് വെള്ളിയും കൊണ്ട് വന്നു. വെള്ളിയും കൊണ്ട് വന്നപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം പേരാണ് അവരുടെ ജാതി ഏതാണെന്ന് നോക്കിയത്. അല്ലേ? ഒരു വാർത്തയായിരുന്നു. ഒരു ജാതി ഏതാണെന്ന് നോക്കിയത്. അപ്പം നമ്മൾ നോക്കുന്ന നമ്മളതല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം അത്രയധികം വർഗീയവൽക്കരിക്കപ്പെട്ട ജാതീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം ഇതിലൂടെയും പ്രശ്നം എന്താണ്? ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. പുസ്തകം വായിച്ചുകൊണ്ട് ബുദ്ധി വരണമെന്നില്ല, കോമൺ സെൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവരിലേക്ക് കയറിയിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ മൊത്തം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയവൽക്കരണവും ജാതീയവൽക്കരണവും ഇവിടെയുള്ള ചെറിയ ശതമാനം ബുദ്ധിജീവികളെയും ബാധിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു പ്രതികരണമായിരിക്കാം ഇത് നോക്കിക്കാണുന്നത്. പക്ഷെ ചിലപ്പോൾ അത് മനഃപൂർവ്വം അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാക്കാനുള്ള ശ്രമം കൂടിയായിരിക്കും അതിൻ്റെ ഭാഗത്തുനിന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് വേറൊരു ഒരു പിന്നെ ഭീകരപ്രവർത്തനമാണോ ഗൂഢശ്രമമാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഈ രീതിയിൽ കാണുക. പിന്നെ മാത്രമല്ല ഓക്കെ, ഒരു ബിരിയാണി എന്ന് പറഞ്ഞൊരു മരം, അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ഇത്തിൽക്കണ്ണിയായിട്ട് വളർന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോരി നീരൊക്കെ വലിച്ചൂറ്റിയെടുത്തിട്ട് ഇതാ ഞാനിവിടെ എന്ന് കാണിക്കാനുള്ളൊരു ശ്രമം കൂടിയായിരിക്കും അത്. അതൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയസ് ഇങ്ങനെയാണ്. നല്ല കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു അനാവശ്യമായ രീതിയിൽ ഉള്ള ചർച്ചകളും സോഷ്യൽ മീഡിയസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുക, കാരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ സാമുദായിക വിമർശനം, അതുപോലെ തന്നെ സാമുദായിക പരിഷ്കരണം എന്ന് പറയുന്നത് അതാത് ജാതിക്കാർക്ക് മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ പറ്റുക? കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദുവിനെ കുറിച്ച് പറയാം, മുസ്ലിമിനെ കുറിച്ച് പറയാം, ബാക്കിയുള്ളവർക്കത് പറഞ്ഞുകൂടാ. ബഷീർ പണ്ട് പറഞ്ഞ എന്താണ്, പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ് തോമേനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇന്നാണെങ്കിൽ ബഷീറിനെ തല്ലിക്കൊന്നേനെ ഇവർ. അപ്പം എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരാളുടെയും ഇതല്ല. എഴുത്തുകാരൻ സമൂഹത്തെ നോക്കിക്കാണുന്നു, വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു പേരിടാൻ വേണ്ടി പറ്റുമോ? ഞാനിപ്പോൾ വേറെ 1-2 ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ABCD എന്നിടേണ്ടി വരും. അപ്പോൾ A എന്നിട്ട് കഴിഞ്ഞാൽ അബ്ദുള്ളയാവും, B എന്നിട്ട് കഴിഞ്ഞാൽ ബഷീറാവും. ഞാൻ ഈ കഥ മാറ്റിയിട്ട് നേരെ ഈ കലന്തൻ ഹാജിക്ക് പറഞ്ഞ ഒരു കുമാരപ്പിള്ളയും അതുപോലെ മറ്റൊരു പേരും കൊടുക്കട്ടെ. നേരെ ഇവിടെ വന്നിട്ട് കുറേ നായന്മാർ കൂടിയിട്ട് പറയും ഇത് നീ എഴുതാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ കഥ എഴുതേണ്ടത്? സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല ആൾക്കാരും ആഴ്ചപ്പതിപ്പുകൾ വായിക്കാറില്ല, പലരും കഥ വായിക്കാറുമില്ല. അതിൽ വേറെ കോമഡി ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയാസിൽ തന്നെ 1-2 ആൾക്കാർ ആദ്യം കഥയെക്കുറിച്ച് ഭയങ്കരമായ വിമർശനം, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനെ ഭയങ്കര പോസിറ്റീവ്, അപ്പോഴേക്കാണ് കഥ വായിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അവർ ചിലരെങ്കിലും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ സന്തോഷ് യേച്ചിക്കാനം നടത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. അവർ ചില മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒക്കെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ സാമൂഹ്യ നിലപാടുകളിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് വിചാരിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ, സെക്കുലറായിട്ടുള്ള ആളുകൾ ഒക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരെങ്ങനെ സെക്കുലർ എന്ന് പറയുന്നത്? ഇവർ ഖുറാനും വായിച്ചിട്ടില്ല, പിന്നെ എന്ത് പറയുക ഇത് മഹാഭാരതവും വായിച്ചിട്ടില്ല, എന്ത് പറയുന്നത് ബൈബിളും വായിച്ചിട്ടില്ല. ഇവരെങ്ങനെ സെക്കുലർ എന്ന് പറയും? അവർ പോട്ടെ, ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥ പോലും അവർ വായിച്ചിട്ടില്ല. ബിരിയാണി തിന്നവർ അവർ കഥ വായിക്കുന്നതല്ല, പുസ്തകങ്ങൾ എടുത്ത് വായിക്കൂ, ചരിത്രം വായിക്കൂ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം അവർ സെക്യുലർ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അവരൊരു ഭീകരവാദികളാണ്, വർഗീയവാദികളാണ്. അവരോട് വർത്താനമില്ല. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്കിവിടെ പ്രത്യേകിച്ച് ഒരു കഥകളൊന്നും എഴുതാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇത്രയും കഥകൾ എഴുതി എൻ്റെ കൃത്യമായ നിലപാടുകളിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കഥ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കഥകളിൽ ഒരു 10 എണ്ണങ്ങൾ എടുത്ത് വായിച്ച ഒരാൾ എന്നെ ഈ രീതിയിൽ വിമർശിക്കില്ല. അപ്പം നമ്മളെ ജീവിതം കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ നിലപാടുകൾ കൊണ്ടും കഥ കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും മതേതരത്വത്തിലേക്ക് പോകാൻ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ രീതിയിൽ ആക്ഷേപങ്ങളും കൊണ്ട് എൻ്റെ നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിമർശനത്തിൽ വളരെയധികം പ്രകോപിതനാണോ? പ്രകോപിതനൊന്നുമല്ല. കാരണം വെച്ചാൽ പ്രകോപിതൻ എന്നല്ല, ഇത് പറഞ്ഞുകൊണ്ട് ഈ കടലാസ് കൂലി കാണിച്ചുകൊണ്ട് നീ ഇങ്ങനെ രീതിയിൽ എഴുതണമെന്ന് പറയാനുള്ള അവകാശം അവർക്കില്ല. അതിന് ഒരിക്കലും വഴങ്ങില്ല. ഞാനിവിടെ എഴുത്ത് നിർത്തുന്നു ബഹുമാരി വിചാരിക്കണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് വിവാദത്തിന് വേണ്ടി ഒരുപാട് സമയം പോയി. പക്ഷേ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ എനിക്കിതിൽ വളരെ ടച്ചിങ്ങായി തോന്നിയ പല സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ഒരാളോട് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതേ തോതിൽ അല്ലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ കടന്നുപോയ ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഗോപാൽ യാദവ് അസനയർച്ചയോട് പറഞ്ഞ
സ്വന്തം ആവലാതികൾ പറഞ്ഞിട്ട് വിലപ്പോകാതെ വന്നൊരു ഘട്ടത്തിൽ പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് സന്തോഷ് എഴുതിയിരിക്കുന്നത്, ഗൊദ്ദയിൽ നിന്നും പാതിരാത്രി സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തുമ്പോൾ തന്നെയും കാത്ത് വിശന്നു പൊരിഞ്ഞ് അവസാനം മണ്ണ് വാരി തിന്നുറങ്ങുന്ന പയർവള്ളിയേക്കാൾ മെലിഞ്ഞ കഴുത്തും ഉന്തിയ വയറും ഉണ്ടായിരുന്ന ഒരു മകൾ ഹസൈനാറിനില്ലല്ലോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ചിലത് പറയുന്നത് അതിന് അർഹതയുള്ള ആളുകളോടായിരിക്കണം, ആ അനുഭവമുള്ള ആളുകളോടായിരിക്കണം, അല്ലെങ്കിൽ അനുഭവത്തിൽ തൊട്ടുപോയ ഒരാളോടായിരിക്കണം എന്ന് പറഞ്ഞു. ഈ കഥയ്ക്ക് അത് അറം പറ്റിയോ? അർഹര അല്ലാത്ത ആളുകളോട് അതാണ് എൻ്റെ കഥ പറയേണ്ടി വന്ന ഒരു അവസ്ഥ. അല്ല ഇപ്പോൾ അങ്ങനെ അതല്ല, അതിൽ ഈ പറയുന്ന പോലെ ഈ ഹസനാർച്ച എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഈ കഥയെ വിമർശിക്കുന്ന ഞാൻ പറഞ്ഞ മറ്റേ രീതിയിൽ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 5% പ്രതിനിധിയാണ്. അവരോട് എന്തില്ല എന്നില്ല. കാരണം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ എവിടെയെങ്കിലും കടന്നു പോയിട്ടുണ്ടാവണം. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. അത് ശരിക്കും പറഞ്ഞാൽ പോലെ അറം പറ്റിയ വാക്ക് തന്നെയാണത്. സാമൂഹ്യ വിഷയങ്ങൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായി. സാമൂഹ്യ വിഷയങ്ങൾ ഇനിയും കൈകാര്യം ചെയ്യുമോ? തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യും. കാരണം എൻ്റെ കഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എൻ്റെ കഥയിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ കഥ എഴുതി നിർത്തുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരണം. ഇത് ചർച്ച എൻ്റെ കഥയെ വിമർശിച്ചോട്ടെ, അല്ല എൻ്റെ കഥ മോശം എന്ന് പറഞ്ഞോട്ടെ. അത് മോശമെന്നോ നല്ലതെന്നാണോ ആവറേജ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കഥ നല്ല കഥയാണ്, പക്ഷേ ഇതുവരെ എഴുതിയ കഥകളെക്കാളും നല്ല കഥയല്ല എന്ന് പറയുന്നത്. അതൊക്കെ വളരെ നല്ലതാണ്. ആ കഥയെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ വിമർശനങ്ങൾ വരട്ടെ. അതിന് കൃത്യമായിട്ട് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലത്തോട് കൂടിയിട്ട് അതിനെ വിമർശിക്കട്ടെ. അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ട് അതിനെ വിമർശിക്കട്ടെ. രാഷ്ട്രീയപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഒക്കെ അതിനെ വിമർശിക്കട്ടെ. അങ്ങനെ ഒരു വിമർശനം വരണം. പക്ഷേ ഈ ഒരു വിമർശനം എന്ന് പറയുന്നത് എന്തല്ല, ഇത് കൃത്യമായിട്ട് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ ഉപദ്രവിക്കാനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കാനും എന്നെ വർഗീയവാദിയാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് നടക്കുന്നത്. ഇതിൻ്റെ വിമർശനം എന്ന് പറയില്ല, ഇതിനെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഭീകരപ്രവർത്തനം എന്നാണ് പറയുക. അതിന് കീഴടങ്ങില്ല എന്ന് അതിന് ഒരിക്കലും കീഴടങ്ങാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുത്തുകാരനായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 95% ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഈ 5% പഠിക്കുന്നത്? വളരെയധികം സന്തോഷം. എല്ലാ ആശംസകളും. ഓക്കെ.